ചില ഗതികേടുകളും നമ്മൾ ചുമക്കേണ്ടി വരും ചില നേരങ്ങളിൽ. അടിച്ചമർത്താൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആന്റി. അർഹതയുള്ളതിനെ തടയാൻ പറ്റില്ല. ഹരിത, വേദ എവിടെ? അവളുടെ അകത്ത് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. വേദയെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് പൂജാരി ചുമതലപ്പെടുത്തിയത് ആരാണെന്നറിയോ? നാത്തൂനെ. ഏത് നാത്തൂനെന്ന് മനസ്സിലായോ? സൂര്യയുടെ ഭാര്യ നന്ദിനിയെ. പൂജാരി പറഞ്ഞത് ആചാരപരമായി ശരിയായിരിക്കും. പക്ഷേ ഇതുപോലൊരു മണ്ഡപത്തിൽ വെച്ച് വഴി തെറ്റിയൊരു താലി കഴുത്തിൽ വീണവർക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടോന്ന് ചോദിക്കായിരുന്നില്ല ഇന്ദ്രജിക്ക്? എനിക്കറിയില്ല. എന്തായാലും വേദയോട് ചോദിക്കാം. വേദ. എന്താ ചേച്ചി? കഴിഞ്ഞില്ലേ? നിന്നെ മണ്ഡപത്തിലേക്ക് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞു. ഇതാ കഴിഞ്ഞു. പിന്നെ നിന്റെ മണ്ഡപത്തിലേക്ക് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് നന്ദിനിയോടാ. ചടങ്ങനുസരിച്ച് നാത്തൂനാ കൊണ്ടു ചെല്ലേണ്ടതെന്ന്. നിനക്കത് സമ്മതാണോ? ഇവളുടെ കൂടെയാ പോവേണ്ടതെങ്കിൽ ഇന്നത്തെ ഫംഗ്ഷൻ മുടങ്ങിയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കും. വേദ അത്രയ്ക്ക് തരം താഴ്ന്നിട്ടില്ല. നീ കേട്ടല്ലോ. ഇവളോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് ആരും ഒന്നും പറയണ്ട. ഇവളോട് ഇവിടെ നിറങ്ങി പോവാൻ പറഞ്ഞോ. പൂജാരി പറഞ്ഞ ഉടനെ നീ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. നിന്നെ ഒരു വലിയ സ്ഥാനത്തെത്തിക്കാൻ ആഗ്രഹിക്കുന്ന സൂര്യ അതോടെ സന്തോഷിക്കുകയും ചെയ്തു കാണും. പക്ഷേ ഇതാണ് നിന്റെ യഥാർത്ഥ അവസ്ഥ. നിന്നോട് ഈ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരൊറ്റ വികാരമേ ഉള്ളൂ, ഉറപ്പ്. അത് നീ എങ്ങനെ വേഷം കെട്ടിയാലും എത്ര നന്നായി അണിഞ്ഞൊരുങ്ങിയാലും മാറാൻ പോകുന്നില്ല. ഇനിയിപ്പൊ നീ മണ്ഡപത്തിലേക്ക് പോയി സൂര്യയോട് പറയണം, നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അപമാനിച്ചു വിട്ടൂന്ന്. അപ്പൊ പിന്നെ അവന്റെ ഒരു ബഹളം ഉണ്ടാവും. ഫംഗ്ഷൻ ഏതെങ്കിലും രീതിയിൽ കൊളാവുകയും ചെയ്യും. അപ്പൊ നീ ഹാപ്പി ആയിരിക്കുമല്ലോ. എനിക്ക് ഫംഗ്ഷൻ മോശമായിട്ട് കാണുന്ന ഒരു താല്പര്യമില്ല. ഓ, നിങ്ങളെ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, ഞാൻ ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് വേഷം കെട്ടാനും താല്പര്യമില്ല, നിങ്ങളുടെ സ്ഥാനങ്ങൾ കവർന്നെടുക്കാനും താല്പര്യമില്ല. പിന്നെ സൂര്യ സാർ എന്റെ ഭർത്താവാ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ പേരില് ഒരല്പം നാണം കെടേണ്ടി വന്നാലും ഞാനത് സഹിക്കും. ഇറങ്ങിപ്പോടി, കൂടുതൽ സംസാരിക്കാതെ. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വേദയെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൂട്ടിക്കൊണ്ടു പോയാ പോരെ? ഹിമ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. വേദ പറഞ്ഞത് നീയും കേട്ടല്ലോ. ഇവളുടെ കൂടെ മണ്ഡപത്തിലേക്ക് പോവാൻ താല്പര്യം ഇല്ലാന്ന്. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഇനിയെങ്കിലും ഇത്തരൊരു കാര്യത്തിന് നിന്റെ ഭർത്താവ് സൂര്യൻ നിന്നെ നിർബന്ധിച്ചയക്കുമ്പോ ഒറ്റയടിക്ക് ചാടി പുറപ്പെടാൻ നിൽക്കരുത്. നിന്റെ യോഗ്യത, നീ ഈ വീട്ടിലേക്ക് വന്ന വഴി എല്ലാം ഒന്ന് ഓർത്തിട്ട് വേണം. നീയേ ഞങ്ങളുടെ കുടുംബത്തിലെ വേലക്കാരിയാണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഹരിത മാഡം, ഈ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ള തോന്നല് എന്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നതുകൊണ്ടാണ് സൂര്യ സാറ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഒഴിവാക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സൂര്യ സാറിന്റെ കുടുംബമാണ്, സൂര്യ സാറിന്റെ ഭാര്യയാണ്, ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവളാണെന്ന് എനിക്ക് ചിന്തിക്കായിരുന്നു. ഓ,
എന്റെ യോഗ്യതക്കുറവ് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ജനിച്ച കുടുംബം, അവരുടെ അവസ്ഥ എല്ലാം അറിയാം. ഇപ്പൊ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, അതിനു മുൻപ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുക്കണ്ട. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാനിങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട്. എനിക്കൊരു വിഷമവും തോന്നിയിട്ടില്ല എന്നും കരുതണ്ട. നാണക്കേട് തോന്നിയിട്ടുണ്ട്, സങ്കടവും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സഹിക്കാൻ അറിയാം, അത്രേ ഉള്ളൂ.